അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 1-ാം സങ്കീർത്തനമാണ്. ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള വഴി പറഞ്ഞു തരുന്ന സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. ദൈവവചനത്തോടുള്ള അനുസരണ മനോഭാവമാണ് നമ്മെ ദൈവഭയമുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടവരും ആക്കി തീർക്കുന്നത്. സാത്താൻ അഥവാ ദുഷ്ടൻ ആലോചന പറഞ്ഞു തരുവാൻ സമർത്ഥനാണെന്ന് നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ നാം അത് കണ്ടതുമാണ്. ദൈവം പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ജീവവൃക്ഷഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്നില്ല. ജീവവൃക്ഷഫലവും തിന്നാം എന്നാണ് തോട്ടത്തിലെ സകല വൃക്ഷഫലവും നിനക്ക് തിന്നാം എന്ന വാക്കുകൾ കൊണ്ട് ദൈവം അർത്ഥമാക്കിയത്. യഹോവയുടെ ആലോചനയായിരുന്നു അത്. എന്നാൽ സർപ്പം ഹവ്വായോട് പറഞ്ഞത്, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം തിന്നാൽ നീ മരിക്കുകയില്ല, നിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലെ ആകും എന്നാണ്. സാത്താൻ്റെ അഥവാ ദുഷ്ടൻ്റെ ആലോചനയായിരുന്നു അത്. നാം ആണെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും? ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കാതെ ദൈവത്തോട് മത്സരിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നിരന്തരം നമ്മെ പിന്തുടരുന്നവനാണ് സാത്താൻ. ദൈവകൽപ്പനകൾ അഥവാ ദൈവിക ആലോചന നാം കേട്ടനുസരിച്ചാൽ തുടക്കത്തിൽ അല്പം പ്രയാസങ്ങൾ നമുക്കുണ്ടായേക്കാമെങ്കിലും പിന്നത്തേതിൽ അത് നമുക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് നാം മനസ്സിലാക്കും. സർപ്പം പറഞ്ഞു, നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം നീ തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നുവെന്ന് നാം വിശ്വസിക്കുവാൻ ഇടവരുത്തുന്ന ബോഷ്കാണ് സാത്താൻ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ആദാമും ഹവ്വായും വെട്ടിത്തിളങ്ങുന്ന ദൈവ തേജസ്സോടെ ദൈവത്തെപ്പോലെ തന്നെ മഹത്വപൂർണമായ തേജസ്സിൻ്റെ ശരീരത്തോടെയായിരുന്നു സർപ്പത്തിൻ്റെ മുമ്പിൽ ആയിരുന്നത്. തൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതിൽ ഹവ്വ പരാജയപ്പെട്ടു. സർപ്പം പറഞ്ഞത് സർപ്പത്തെപ്പോലെയാകും എന്നാണ്. അത് തിരിച്ചറിയുന്നതിലും ഹവ്വ പരാജയപ്പെട്ടു. സർപ്പം ചിന്തിക്കുന്നത് താൻ ദൈവമാകുന്നു എന്നാണ്. സാത്താൻ മനുഷ്യരെ താൻ ദൈവമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആരാധന സ്വീകരിക്കുകയും ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൈവവചനമായ ബൈബിൾ പഠിപ്പിക്കുന്ന വ്യക്തികൾ പാപം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ശരിയാവണ്ണം ദൈവവചനം പഠിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ആകയാൽ പഠിപ്പിക്കുന്ന ദൈവവചനം ശരിയാവണ്ണം പഠിപ്പിക്കേണ്ടതിന് ദൈവാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം വചനം പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുവാൻ. അതല്ല എങ്കിൽ തെറ്റായ രീതിയിൽ നാം വചനം പഠിപ്പിക്കുകയും ന്യായവിധിക്ക് നാമും നമ്മെ പഠിക്കുന്നവരും യോഗ്യരായി തീരുകയും ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക, എന്നാൽ നീ നിന്നെയും നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 16-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഠിപ്പിക്കുന്നവർ ശരിയായാണോ പഠിപ്പിക്കുന്നത് എന്ന് പഠിക്കുന്നവരും ശ്രദ്ധിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ ബൈബിൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ബെരോവയിലെ വിശ്വാസികളെപ്പോലെ നാം ബൈബിൾ പരിശോധിക്കണം. ചെറിയൊരു തെറ്റ് പഠിപ്പിക്കുന്നവർ ചെയ്താൽ ഹവയ്ക്ക് പറ്റിയ അബദ്ധമാണ് നമുക്കും സംഭവിക്കുക എന്ന് ഓർക്കണം. നമുക്ക് സംഭവിക്കുന്ന തെറ്റിന് നമ്മെ ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തികൾ ഉത്തരവാദികളാകുമെങ്കിലും നാമും അവരും ഒരുപോലെ നിത്യനരകത്തിന് യോഗ്യരായി തീരും. നമ്മെ ബൈബിൾ പഠിപ്പിക്കുന്നവർ ദൈവവചനം അനുസരിക്കുന്നവരാണോ എന്ന് നാം നിരീക്ഷിക്കണം. അപ്രകാരം നിരീക്ഷിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാകണമെങ്കിൽ നിശ്ചയമായും ബൈബിളിലെ കൽപ്പനകൾ ബൈബിൾ വായിച്ച് കണ്ടെത്തുകയും ആ കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ നാം അനുസരിക്കുകയും വേണം. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15, 16, 21, 23 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുകയും ദൈവാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യും. എന്നാൽ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്ന വചനവും തെറ്റായി പഠിപ്പിക്കുന്ന വ്യക്തികളും പിടിക്കപ്പെടുകയും നാം രക്ഷിക്കപ്പെടുകയും ചെയ്യും. നിത്യതയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം മരിച്ചതിന് ശേഷം യാതനാസ്ഥലത്തും ഗന്ധകം കത്തുന്ന നിത്യ നരകത്തിലും എത്തിയതിന് ശേഷം നമുക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിച്ചാലും നാം രക്ഷപ്പെടുകയില്ല എന്ന് നമ്മുടെ ആത്മാവിൻ്റെ മേൽ അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിലെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ കൂടി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. ബൈബിൾ തെറ്റായി പഠിപ്പിച്ച് നിത്യനരകത്തിൽ നമ്മെ എത്തിക്കുവാൻ സാത്താനും
സാത്താനെ അനുസരിക്കുന്നവരും സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നാം ഓർക്കാതിരിക്കരുത്. എന്ത് വില കൊടുത്തും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നാം നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം അത് നമ്മെ പാപത്തിലേക്കും മുടക്കും നിത്യനരകത്തിലേക്കും എത്തിക്കും. ദാവീദ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 36-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദാവീദിന് മുമ്പ് ഇസ്രായേൽ ഭരിച്ചിരുന്ന ശൗൽ രാജാവ് ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുകയും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാതിരിക്കുകയും ചെയ്തു. ഒടുവിൽ അവൻ്റെ എല്ലാ തലമുറകളും താൻ തന്നെയും ഗിൽബോവ പർവ്വതത്തിൽ തകർന്നുപോയി. ദൈവകൽപ്പനകൾ അനുസരിക്കുവാൻ നാം വൈമനസ്യം കാണിച്ചാൽ, താല്പര്യക്കുറവ് കാണിച്ചാൽ, ആ നിമിഷം തന്നെ ദുരാത്മാവ് നമ്മുടെ അടുത്ത് വരും. അവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ സകലവിധ അശുദ്ധിയും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ആ സമയം നമുക്ക് അത് കണ്ണിന് മനോഹരമായി തോന്നും, കാതിന് ഇമ്പമായും തോന്നും. ഓർക്കുക, നമ്മുടെ കഷ്ടകാലം കണ്ട് ആനന്ദിക്കുവാൻ സാത്താൻ ഇഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ശുഭഭാവി വരുവാൻ, നാം ദൈവമക്കളായി തീരുന്നത് കാണുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് തൻ്റെ ഓമനപുത്രനെ യാഗം കഴിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഹവ ദൈവത്തെ കള്ളനാക്കിക്കൊണ്ട് ദൈവം നിരോധിച്ച പഴം പറിച്ചു തിന്ന് തൻ്റെ ഭർത്താവിനെ കൊണ്ട് തീറ്റിച്ചു. ആദാമും ഹവ്വായും നഗ്നരായപ്പോഴാണ് സാത്താൻ്റെ കെണിയിൽ വീണ കാര്യം അവർ തിരിച്ചറിഞ്ഞത്. നാം നമ്മുടെ ജീവദാതാവിനെ അനുസരിച്ചാൽ അവൻ തൻ്റെ ദിവ്യസമാധാനത്താൽ നമ്മെ നിറയ്ക്കും. എന്നാൽ നാം ദുഷ്ടന്മാരുടെ തെറ്റായ പഠിപ്പിക്കലുകളും തെറ്റായ ഉപദേശങ്ങളും പഠിച്ചുകൊണ്ട് ദൈവവചനത്തോട് അനുസരണക്കേട് കാണിച്ചാൽ നാം മരിച്ചതിന് ശേഷം മാത്രമേ നാം ദൈവകൽപ്പന ലംഘിച്ചതിൻ്റെ പ്രതിസന്ധി ശരിയാവണ്ണം മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്ന് കർത്താവ് നമുക്ക് ബുദ്ധി ഉപദേശം തരുന്നത്. സാത്താൻ്റെ കെണിയിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണമെന്ന് 1-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകസുഖവും ലോകസന്തോഷവും നാം ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ മാത്രമേ ദൈവിക സമാധാനത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കൂ. മത്തായി സുവിശേഷം 10-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണെന്ന് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂമിയിലെ നമ്മുടെ വാസം ചെറിയൊരു രോഗത്തിന് പോലും അവസാനിപ്പിക്കുവാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. 1-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അർത്ഥം സീക്കിംഗ് ഗൈഡൻസ് ഫോർ ലൈഫ്, അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉപയോഗിക്കുക എന്നാണ്. പൊട്ടച്ചൽ കളിവാക്ക് നമ്മുടെ ജീവിതത്തിൽ അരുതെന്ന് ലേഖനങ്ങളിൽ വായിക്കുവാൻ കഴിയും. ഈ രണ്ട് കാര്യങ്ങളും നമ്മെക്കൊണ്ട് കെയർലെസ് വേർഡ്സ് അഥവാ നിസാര വാക്കുകൾ പറയിപ്പിക്കും. ഓർക്കുക, മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ബൈബിൾ മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ സകല മനുഷ്യരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന വ്യക്തികൾ ദൈവകൽപ്പന ലംഘിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന വ്യക്തികളെ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് തെറ്റായ വിധത്തിൽ നാം വചനം പഠിക്കരുത്. അത് നമുക്ക് നാശം മാത്രമേ വരുത്തുകയുള്ളൂ. ഒരു സഹോദരനെയും വിശ്വസിക്കരുതെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് നാം ഓർക്കണം. സഹോദരന്മാർക്കെതിരെ ഹൃദയത്തിൽ നാം ദോഷം ചിന്തിക്കരുതെന്ന് സക്കറിയാ പ്രവചനം 7-ാം അധ്യായം 10-ാം വാക്യത്തിലും സക്കറിയാ പ്രവചനം 8-ാം അധ്യായം 17-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ നാം ആർക്കെതിരെയും ഹൃദയത്തിൽ ദോഷം ചിന്തിക്കരുത്. കാരണം ഇതെല്ലാം ദൈവം വെറുക്കുന്ന പാപമാണ്. ഇങ്ങനെയാണ് ബൈബിൾ വായിച്ച് നാം അനുസരിക്കേണ്ട കാര്യങ്ങൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. ഇതിനെയാണ് ന്യായപ്രമാണം ധ്യാനിക്കുക എന്ന വാക്കുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പ്രസ്താവിച്ചു എന്നേ ഉള്ളൂ. ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെയും നാം തുടർച്ചയായി വായിക്കുമ്പോൾ ദൈവം സകലതും നമുക്ക് വെളിപ്പെടുത്തി തരികയും ദൈവാത്മാവ് നമുക്ക് സകലതും ഓർപ്പിച്ച് തന്നുകൊണ്ട് സകല സത്യത്തിലും നമ്മെ വഴി നടത്തുകയും ചെയ്യും. നാം ദൈവാത്മാവിനെ അനുസരിക്കണമെന്ന് മാത്രം. നാം ദൈവാത്മാവിനെ അനുസരിച്ചാൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിവർത്തിക്കുകയില്ല, അഥവാ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയില്ല. യോശുവ 1-ാം അധ്യായം 7-8 വാക്യങ്ങളിലും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നീ ശുഭമായിരിക്കേണ്ടതിന് ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്നാണ് ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികൾക്കുള്ള വാഗ്ദാനമാണ്.
ദൈവകൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികൾക്കുള്ള വാഗ്ദാനം മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അവിടെ യേശു പ്രസ്താവിക്കുകയാണ്, എൻ്റെ കൽപ്പനകൾ കേട്ടനുസരിക്കുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണെന്ന്. കഷ്ടതകളാകുന്ന വൻമഴ ചൊരിഞ്ഞാലും പ്രതികൂലങ്ങളാകുന്ന നദികൾ പൊങ്ങിയാലും സകല പ്രതീക്ഷകളും മറ്റുപോയി എന്ന് പറയുവാൻ തക്ക കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതപ്പടകിൽ ആഞ്ഞു വീശിയാലും നാം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും യേശുവിനെ നാം തള്ളിക്കളഞ്ഞ് പാപത്തിലേക്കും ലോകസുഖത്തിലേക്കും പോവുകയില്ല. കാരണം നാം നേരിടുന്ന സകല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതിനുള്ള കാരണം യേശു നമുക്ക് വെളിപ്പെടുത്തി തരും. തന്നെയുമല്ല, നാം നിൽക്കുന്ന ക്രിസ്തു എന്ന പാറയെ തകർക്കുവാൻ സാധിക്കുന്ന ഒരു പ്രതികൂല കാറ്റും ഈ പ്രപഞ്ചത്തിലില്ല. വെള്ളം എത്ര ഉയർന്നാലും വള്ളം അതിൻ്റെ മുകളിലായിരിക്കും എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. തിരമാലകൾ ഉയർന്നു പൊങ്ങിയാലും നാം അതിൻ്റെ മുകളിലായിരിക്കും. കാരണം നാം തകർന്നു പോകുവാൻ കാറ്റിന്മേലും കടലിന്മേലും വെള്ളത്തിന്മേലും അധികാരമുള്ള കർത്താവ് സമ്മതിക്കുകയില്ല. നാം ദുഷ്ടന്മാരുടെ ആലോചന കേൾക്കുവാൻ തയ്യാറാകാതെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജീവിച്ചാൽ ഈ ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാനും മരണശേഷം നിത്യജീവൻ അവകാശികളായി തീരുവാനും ദൈവം സംഗതി വരുത്തും. നമ്മുടെ മുഖം മാടുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. ആകയാൽ ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിക്കുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സ്വസ്ഥതയില്ലാതെ പ്രയാസപ്പെടുന്നെങ്കിൽ അങ്ങ് അവർക്ക് സ്വസ്ഥത കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമെന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.